ഇതൊക്കെ ഏവക്കുട്ടൻ്റെ ഓരോ മാസത്തെ ഫോട്ടോകളാണ് കേട്ടോ. മാസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ചിട്ട് ഇവർക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ച് കാണാൻ വേണ്ടിയിട്ടും പിന്നെ അതുമാത്രമല്ല കേട്ടോ, പ്രധാന ലക്ഷ്യം ഇവൾ വളർന്ന് വലുതായി ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ 9 മാസം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അടുക്കളയിലുണ്ടായിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഞാനീ ചെയ്യുന്നതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. പക്ഷെ മൈദ അങ്ങോട്ട് ഡൈനിങ് ടേബിളിൽ വിതറിയപ്പോണ്ടല്ലോ മുഖത്തിൻ്റെ ഭാവം കൊണ്ട് മാറി. എന്നിട്ട് പറയാം, അവിടെ എങ്ങാനും തൊയിച്ചിട്ടാണ്ടല്ലോ, എന്നിട്ട് ഉറുമ്പെങ്ങാനും കയറണം, എന്നാൽ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങോട്ട് പോയി. ഞാൻ പഴയ പടി തന്നെ ആക്കി ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടാട്ടോ ഇതൊക്കെ പരത്തിയിട്ടത്. പിന്നെ മോമോസൊക്കെ ആക്കി വെക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചപ്പാത്തി തന്നെ മതി. പിന്നെ അതുമല്ല, ഇതൊക്കെ പകൽ സമയത്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു, അന്നേരം കുറച്ച് വെട്ടം കൂടെ കിട്ടുമല്ലോ. പക്ഷേ മോളൊരു തരത്തിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ സമയം രാത്രി 8 മണിയായി, ലൈറ്റൊന്നുമില്ല. ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു, എല്ലാ മാസവും എടുക്കുന്നതല്ലേ, ഇനിയിപ്പം മുടങ്ങണ്ടാന്ന് കരുതി. ആദ്യം ഞാൻ 9 എന്ന് എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ, കലണ്ടറിലൊക്കെ ഉള്ള മാതിരി. പക്ഷേ എനിക്കത് കണ്ടിട്ട് ജി മാതിരിയൊക്കെ തോന്നിയിട്ട് ഞാൻ സാധാ രീതിയിൽ തന്നെ 9 എന്ന് എഴുതിയേ. പിന്നെ ഞാൻ മോളെ എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ ഹൈ ചെയറിൽ തന്നെ ഇരുത്തി കേട്ടോ, ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഇത് ഷെഫിൻ്റെ ക്യാപ്പില്ലേ, അതാണ് ഞാൻ സംഭവം ഉദ്ദേശിച്ചത്. ഇത് ക്യാപ്പൊന്നുമല്ല കേട്ടോ, ഇത് മോളുടെ ചോറൂണിന് മേടിച്ച മുണ്ടാണ്. ഇത് ഒട്ടിക്കുന്ന ടൈപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇരുന്നോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സംഭവം ഒരു രീതിയിൽ എനിക്ക് മടക്കി വെക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ കുറേ നേരം സമയം പോയി. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ കണ്ടത്. ക്യാമറയൊക്കെ നോക്കിയിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഹായ് അല്ല കേട്ടോ, ടാറ്റയാണ്. ടാറ്റ എന്ന് പറയാൻ അറിയാം കേട്ടോ, ടാറ്റ കാണിക്കുന്നുണ്ട്. വാവാന്ന് പറയുന്നുണ്ട്, പിന്നെ അമ്മ എന്നൊക്കെ പറയും. പക്ഷേ ആരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊന്നും പറയില്ല. ഞാനിപ്പോൾ ഇതിൽ ചെയ്ത മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ മൊത്തത്തിൽ വൈറ്റായി പോയില്ലേ. ബാക്ക്ഗ്രൗണ്ടും മോളുടെ ഡ്രസ്സും ചെയറും എല്ലാം വൈറ്റ്. അതുകൊണ്ട് തന്നെ പിക്സ് എടുത്താലും ഒരു ഡള്ളായിട്ടുള്ള ഫീലേ ഉണ്ടാവുള്ളൂ, ഒരു എടുപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സീറ്റിൻ്റെ കവർ എടുക്കാൻ പോയേ. സീറ്റിൻ്റെ കവർ എടുത്ത് വന്നപ്പോഴത്തേക്കും അവൾ പണി പറ്റിച്ച്. പിന്നെ പോയി നിക്കർ മാറി കൊണ്ടുവന്ന് എന്നിട്ടിരുത്തി. പിന്നെ ആ ക്യാപ്പ് ഇടാൻ കുറേ നേരം എടുത്ത്. എന്നിട്ട് ക്യാമറയിൽ വന്ന് നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിക്സൊക്കെ എടുത്ത് ഷോർട്സ് ആയിട്ടിട്ടിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ.